നമസ്കാരം. നമ്മുടെ ഇന്നലത്തെ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. യുദ്ധസംബന്ധമായിട്ട് വളരെ വസ്തുതാവിരുദ്ധവും അമിത അതിശയോക്തിപരവുമായ വാർത്തകൾ കൊടുക്കുന്നതിനാൽ അതിനെ തടയാൻ വേണ്ടി 4 ആഴ്ചത്തേക്ക് നമ്മുടെ വാർത്താ ചാനലുകൾക്ക് റേറ്റിംഗ് ഒഴിവാക്കി കേന്ദ്ര സർക്കാരിൻ്റെ നിയമമുണ്ടായിരുന്നു. ആ ഒരു വാർത്തയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. വ്യക്തിപരമായിട്ട് ആ ഒരു 4 ആഴ്ചത്തെ റേറ്റിംഗ് വേണ്ട എന്ന് വെച്ചതിനോട് അനുകൂലമായ അഭിപ്രായമാണ്. കാര്യം, യുദ്ധം എന്ന് പറയുന്നത് ഓൾറെഡി എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളും ടെൻഷനും ഉണ്ടാക്കുന്ന കാര്യമാണ്. അത്തരമൊരു അവസരത്തിൽ റേറ്റിങ്ങിനെ മാത്രം മുൻനിർത്തി തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരുപാട് അതിശയോക്തി കലർത്തിയത്, പിന്നെ ആശങ്കകളെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നൊരു പ്രവണത പല മാധ്യമങ്ങളിലും ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. യുദ്ധസമയത്ത് മാത്രമല്ല, എന്തെങ്കിലും ഒരു മെയിൻ ഇവൻ്റ് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കലാമിറ്റികൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രവണത കുറേ കാലങ്ങളായിട്ടുണ്ട്. മാധ്യമങ്ങൾ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത്ര അപകട സമയങ്ങളിൽ ആളുകളെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഉപയോഗം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയ്ക്ക് കാരണമുണ്ട്. അത് ഒട്ടും മറക്കുന്നില്ല. നല്ല കാര്യങ്ങൾ നല്ലതെന്നും അതല്ലാത്തത് അങ്ങനെയെന്നും പറയണമല്ലോ. അപ്പോൾ വ്യക്തിപരമായിട്ട് ഇന്നലത്തെ തീരുമാനത്തോട് യോജിപ്പാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ മീഡിയക്കാർ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ന്യൂസ് മേക്കിംഗ് ആൻഡ് ന്യൂസ് റിപ്പോർട്ടിംഗ്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവരാവണം മീഡിയക്കാർ കൂടുതലായിട്ട്, വാർത്തകൾ ഉണ്ടാക്കുന്നവരാവരുത്. ന്യൂസ് മേക്കേഴ്സ് എന്നൊരു പേരുണ്ട്. ഇപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നൊരർത്ഥത്തിൽ മേ ബി ന്യൂസ് മേക്കിംഗ് എന്നുള്ളത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ അതല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളിൽ വാർത്തയാക്കുക, വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഇൻസിഗ്നിഫിക്കൻ്റ് ആയ, ഇറലവൻ്റ് ആയ, ഫാക്ച്വലി റോങ് ആയ കാര്യങ്ങളെ വെറുതെ ഒരു പ്രസിദ്ധിക്ക് വേണ്ടി വാർത്തയാക്കുന്ന ന്യൂസ് മേക്കിംഗ് പരിപാടിയുടെ അത്ര യോജിപ്പില്ല. ദേ മസ്റ്റ് ബി ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഫസ്റ്റ്, അല്ലേ? ന്യൂസ് മേക്കിങ്ങിൽ നിന്ന് ന്യൂസ് റിപ്പോർട്ടിങ്ങിലേക്കാണ് അവർ പോകേണ്ടത്. അപ്പോൾ ന്യൂസ് മേക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, ഏതൊരു റിപ്പോർട്ടിങ്ങിലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ അതിലുള്ള ഒപ്പീനിയൻസ് ഉണ്ട്, പിന്നെ കുറച്ചൊരു തിയേറ്ററിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മേജർ പാർട്ട് ഓഫ് ദ കോണ്ടന്റ് ഇറ്റ് ഷുഡ് ബി ഫാക്ട്സ്, അല്ലേ? പലപ്പോഴും ഈ ഫാക്ട്സും ഒപ്പീനിയൻസും ഒരുപാട് കൂടിക്കൊഴിഞ്ഞ് ഫാക്ട്സ് ആവശ്യമുള്ളതിലും ഒരുപാട് അളവിൽ ഒപ്പീനിയൻസും തിയേറ്ററിക്സും ഒക്കെ കൂട്ടി ഇതൊരു തരം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് പലപ്പോഴും വാർത്താ ചാനലുകൾ മാറുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്കിതിനോട് യോജിപ്പുള്ളവരുണ്ടാവാം. ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മളൊരു ആർട്ട് ഫോമോ സിനിമയോ നാടകമോ ഡോക്യുമെൻ്ററിയോ അങ്ങനത്തെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ ബാക്കി ഡോക്യുമെൻ്ററിയിൽ അത്രയില്ല, ഈ പറഞ്ഞ തിയേറ്ററിക്സ് കുറച്ചൊക്കെ ആവാം. പക്ഷേ ന്യൂസിൽ പ്രാഥമികമായിട്ട് ഫാക്ട്സിനാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ആ ചാനലിൻ്റെയോ വായിക്കുന്ന വ്യക്തിയുടെയോ അഭിപ്രായങ്ങൾക്ക് ഓക്കെ വേണമെങ്കിൽ ജസ്റ്റ് സൂചിപ്പിക്കാമെന്നല്ലാതെ അതിന് മാത്രമായിട്ട് ഒരുപാട് പ്രാധാന്യം കിട്ടുമ്പോൾ ഇതൊരു സിനിമ പോലെയാകുന്നു. ഇപ്പോൾ നമുക്ക് പലരുടെയും ന്യൂസ് റിപ്പോർട്ടിങ്ങിൽ അത് കാണാം. നമ്മുടെ അർണബ് ഗോസ്വാമി, ഹാഷ്മി, ഇവരുടെയൊക്കെ റിപ്പോർട്ടിംഗ് ആണ്, ശ്രീകണ്ഠൻ നായർ, ഇവരുടെയൊക്കെ കണ്ടിട്ടില്ലേ? പല സമയത്തും ഒരുപാട് തിയേറ്ററിക്സ് കടന്നു വന്നിട്ട് തോന്നുന്നുണ്ട്. നമ്മളൊരു വാർത്ത കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്. മറുഭാഗത്ത് താല്പര്യമുള്ളവരുണ്ടാവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒപ്പീനിയൻസും തിയേറ്ററിക്സും ഒക്കെ കുറച്ചിട്ട് മേജറായിട്ട് ഫാക്ട്സിനെ കവർ ചെയ്യുന്ന, പ്രധാനപ്പെട്ട ഫാക്ട്സിനെ സത്യസന്ധമായിട്ട് കവർ ചെയ്യുന്ന ഒരു തരം ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമത്, ഒരു വാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് അതുപോലത്തെ സിമിലർ ഇൻസിഡൻസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുക. അതൊരു തരം ബയാസ് റിപ്പോർട്ടിംഗ് അല്ലേ? ഇപ്പോൾ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടായി, പിന്നെ ഒരാഴ്ചത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭക്ഷ്യവിഷബാധയായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സിസ്റ്റം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് പിന്നെ കുറച്ച് നാളത്തേക്ക് അത്തരം കേസുകൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അവിടെ കൺസിസ്റ്റൻ്റ് ആയ ഒരു അപ്രോച്ചാണ് വേണ്ടത്. പിന്നെ ഈ ന്യൂസ് മേക്കിംഗ് കൂടെ വരുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും ഈ ഒരു ഇതാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് മാനുഫാക്ചർഡ് ന്യൂസും ഷോർട്ട് ടേം ഓവർ റിപ്പോർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അതിന് പകരം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് മാത്രം ഒരുപാട് ഇൻട്രസ്റ്റോടെ കവർ ചെയ്യുക, പിന്നെ അതിനെ മൊത്തത്തിൽ വിട്ടുകളയുക. അതിനേക്കാളും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ വ്യക്തിപരമായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഷോർട്ട് ടേം മെമ്മറി, നമ്മുടെ ജനസമൂഹത്തിനും വ്യക്തികൾക്കുമുള്ള പോലെ തന്നെ മീഡിയയ്ക്കും ഷോർട്ട് ടേം മെമ്മറിയാണ്. ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ചൂട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാർത്തയിലേക്ക് കടന്നു. പിന്നെ ആദ്യത്തെ ഒരു സമയത്ത് വളരെ പ്രസക്തമായിരുന്ന, ആക്ച്വലി ഇപ്പോഴും പ്രസക്തമായ വിഷയത്തെക്കുറിച്ച് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഫോളോ അപ്പ് എന്ന് പറഞ്ഞ പരിപാടി പലപ്പോഴും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഷോർട്ട് ടേം മെമ്മറി ജനങ്ങൾക്കും സമൂഹത്തിനും മാറണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന മീഡിയയിലും അത് മാറേണ്ടതാണ്. അപ്പോഴത്തെ ആ ഒരു സെൻസേഷനലിസത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാനും അതിനെ ഫോളോ അപ്പ് ചെയ്യാനും മീഡിയയ്ക്ക് കഴിയുമ്പോൾ മീഡിയ തങ്ങളുടെ ധർമ്മം കൂടുതൽ നന്നായി നിർവഹിക്കുകയും മീഡിയയുടെ സ്ട്രെങ്ത് കൂടുകയുമാണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായാൽ നല്ലതാണ്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് ഇൻസെൻസിറ്റീവ് റിപ്പോർട്ടിംഗ് റെസ്പെക്റ്റിംഗ് ബൗണ്ടറീസ്. ഇപ്പോൾ ഒരു മരണവീട് നടന്നു, അവിടെ മൈക്കുമായിട്ട് ക്യാമറയുമായിട്ട് മരിച്ച ആളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ അടുത്ത് ക്യാമറ ഇട്ടിച്ചില്ല. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു വിഷമം, അതിൻ്റെ ഒരു ഡെൻസിറ്റി മനസ്സിലാക്കാതെ ഇൻസെൻസിറ്റീവായിട്ട് ഒരു ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടി, അതൊക്കെ TRPയുടെ ഭാഗമാണ്.
ഇമോഷണലി ഇൻസെൻസിറ്റീവ് ആവുക, ഒരു ക്യാമറയും ഒരു മൈക്കും ഉണ്ടെങ്കിൽ എവിടെയും കൊണ്ട് കയറി ചെല്ലാം എന്നുള്ളൊരു ചിന്താഗതി, അത് ശരിയല്ല. ദ കിങ് ആൻഡ് കമ്മീഷണർ എന്നുള്ള മൂവിയിൽ തുടക്കത്തിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ജോസഫ് അലക്സ് അത് പറയുന്നുണ്ട്. മീഡിയ സ്വാതന്ത്ര്യം എന്നുള്ളത് മറ്റൊരാളുടെ പ്രൈവസിയുടെ മുഖ്യം തുമ്പത്ത് അവസാനിക്കേണ്ടതാണ്. തെറ്റുകൾ നടന്നാൽ നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാം. അതല്ലാത്തിടത്തോളം കാലം വ്യക്തിപരമായ കാര്യങ്ങൾ, വ്യക്തിപരമായ ഇടങ്ങളിൽ, സെൻസിറ്റീവായ ഏരിയകളിൽ ക്യാമറയും മയക്കും കൊണ്ട് അനുവാദമില്ലാതെ കയറി ചെല്ലാൻ ഒരു മാധ്യമപ്രവർത്തകന് അനുവാദമില്ല. പലപ്പോഴും ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള കാര്യം കണ്ടിട്ടുണ്ട്, മരണ വീടുകളിലൊക്കെ പ്രത്യേകിച്ച്. ആ ചോദ്യവും ആ റിപ്പോർട്ടിങ്ങും ഒക്കെ അവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്, അവർ ഏതൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നെല്ലാം ചിന്തിക്കാൻ ആർക്കും കഴിയുന്നില്ല. മീഡിയക്കാരൊക്കെ ആവുന്നതിന് മുമ്പ് ഇവരെല്ലാവരും മനുഷ്യരല്ലേ എന്ന് പോലും പലപ്പോഴും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻസെൻസിറ്റീവായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലേ? 24/7 ന്യൂസാണ് വേറെ. വാർത്തകൾ ഇല്ലാതെ വരുമ്പോൾ ഈ ന്യൂസ് മേക്കിംഗ് കൂടി 24/7 എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. സോ എന്ത് കാര്യവും എല്ലാ കാര്യവും ഫ്ലാഷ് ന്യൂസായി കാണിക്കുകയും ഒരേ വിഷയത്തിന് ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ സമയം ഇങ്ങനെ കെട്ടിക്കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറയുന്ന മാതിരി വാർത്താ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ന്യൂസ് ചാനൽസ് 24/7 കംപ്ലീറ്റ് ന്യൂസ് കൊടുക്കണേക്കാളും നല്ലത് കുറച്ചും കൂടി നല്ല രീതിയിൽ അവരുടെ സമയം വിനിയോഗിച്ചെങ്കിൽ നന്നായിരുന്നു. അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ കണ്ടിന്യൂസ് റെപ്പിറ്റേഷൻ ന്യൂസ് മേക്കിംഗ് അതിൽ അർത്ഥമില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ കവറിങ് മിസ്റ്റേക്സ്, തെറ്റുകൾ കഴിവതും ഇല്ലാതിരിക്കുക, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ. ഇനി തെറ്റുകൾ ഉണ്ടായാൽ ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ കാണിച്ച അതേ ആവേശത്തോടുകൂടിയും അതേ പ്രാധാന്യത്തോടുകൂടിയും അതിനെ കറക്റ്റ് ചെയ്യുക. പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ കൊടുത്തിട്ട് പിന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ ചെറിയ പേരിനൊരു കറക്ഷൻ മാത്രം. ഇത് നമ്മുടെ പത്രങ്ങൾക്ക് ഈ പ്രശ്നമാണ്. ആദ്യം വലിയ ന്യൂസായിട്ട് പലതും കൊടുക്കുക, അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പിന്നെ അകത്തൊരു ചെറിയ പേജിൽ മാത്രമാണ് കറക്ഷൻ. ഇത് രണ്ടിനും ഒരേ പ്രാധാന്യം വേണ്ടതാണ്. ആക്ച്വലി സ്വന്തം ഭാഗത്ത് തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിനെ തിരുത്താൻ കൂടുതൽ പ്രാധാന്യം കാണിക്കേണ്ടതാണ്. തെറ്റുകൾ വരാതെ നോക്കുക. അറ്റ്ലീസ്റ്റ് വളരെയധികം ഇംപ്ലിക്കേഷനുള്ള സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിലെങ്കിലും തെറ്റുകൾ വരുത്താതിരിക്കാനുള്ളൊരു ശ്രദ്ധ. ആദ്യം ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ആവേശത്തിലും എഡിറ്റിംഗ് എന്നുള്ള പരിപാടി, അക്കൗണ്ടബിലിറ്റി എന്നുള്ളതൊക്കെ മറന്ന് പെട്ടെന്ന് റിപ്പോർട്ടുകൾ ധൃതിയിൽ തെറ്റുകൾ വരുത്തുന്ന ഒരു രീതി പലപ്പോഴും കാണുന്നുണ്ട്. ഈ 24/7 TRP വേൾഡിൽ അത് കൂടി വരികയാണ്. സോ മീഡിയ ഹാസ് ടു ടേക്ക് കെയർ അബൌട്ട് ദാറ്റ്. അവർ സ്വയം അത് ഓർക്കേണ്ടതാണ്. ഇനി അവർ സ്വയം അത് ഓർക്കുന്നില്ലെങ്കിൽ അവരത് ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ സിസ്റ്റത്തിനും നിയമവ്യവസ്ഥകൾക്കും വ്യക്തികൾക്കും എല്ലാവർക്കും ഉണ്ട്. ഈ എക്സ്ക്ലൂസീവ്, ഫസ്റ്റ് ഓൺ, ഒള്ളി ഓൺ എന്നൊക്കെ പറഞ്ഞതാണ് പ്രശ്നം. ഒരു ചാനലിൽ മാത്രം കിട്ടുന്ന ന്യൂസിന് വേണ്ടി, ഫസ്റ്റ് അവിടെ കിട്ടാൻ വേണ്ടി പലപ്പോഴും ഈ ഇതിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ച്വൽ കറക്റ്റ്നെസ് അസസ് ചെയ്യുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നൊരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ടൊരു കാര്യം കൂടി പറയുന്നു. മീഡിയ നമ്മുടെ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ പവറിനോടൊപ്പം മീഡിയക്കാർ സ്വന്തം റെസ്പോൺസിബിലിറ്റിയും കൂടി തിരിച്ചറിയേണ്ടതാണ്, അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യേണ്ടതാണ് എന്ന് മാത്രം പറയുന്നു. ഇനി മീഡിയയുടെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.